ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളങ്ങനെ എറണാകുളം റീച്ചിലെത്തിയിരിക്കുകയാണ്. എറണാകുളം റീച്ച് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെ ഏകദേശം 27 കിലോമീറ്ററാണ്. ഓറിയൻ്റൽ കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത്. കുറേ മാറ്റങ്ങൾ വീണ്ടും ഈ റീച്ചിൽ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂനമ്മാവ് ഭാഗത്ത് ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നിരുന്നു. അത് ഇപ്പം എലിവേറ്റഡ് ഫ്ലൈ ഓവറാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഈ വർഷം നമുക്കിത് തുറക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കാരണം പണികൾ ഇനിയും കുറേ നടക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എടപ്പള്ളി ആറോബിൻ്റെ പണികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഈ റീച്ചിൽ ഏറെ ചർച്ചയായ ഒരു അണ്ടർപാസാണ് വള്ളുവള്ളി അണ്ടർപാസ്. അതിൻ്റെ അപ്രോച്ച് റോഡിലെ മണ്ണ് പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് പണികൾ ആരംഭിക്കാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറവൂർ ബൈപ്പാസ് അവസാനിപ്പിച്ചത് വഴിക്കുളങ്ങരയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വഴിക്കുളങ്ങര മുതൽ കൂനമ്മാവ് വരെയുള്ള ദേശീയപാത 66 വികസനമാണ്. നല്ല വർക്കുകൾ നടന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങളും പഴയതിനേക്കാൾ കൂടുതലുണ്ട്. പക്ഷേ അവസാനഘട്ട പണികളിലേക്കല്ല, വീണ്ടും പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചെറിയ പള്ളി. ഈ ചെറിയ പള്ളി ഒരു തോടുണ്ട്, അതിന് കുറുകെയുള്ള പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളെ ചെറിയ പള്ളി വള്ളുവള്ളി. ആ റോഡ് നിങ്ങൾക്കറിയാവുന്നതാണ്, വളരെ ഇടുങ്ങിയ റോഡാണ്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമുക്ക് ഇവിടുന്ന് ഒരു ബൈപ്പാസ് എന്ന രൂപത്തിൽ ചെറിയ പള്ളി വള്ളുവള്ളി വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറവൂർ ബൈപ്പാസിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. എന്നാൽ ഈ ഭാഗത്ത് കുറേ അധികം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ക്ഷാമം തന്നെയായിരുന്നു കേട്ടോ. ഡ്രഡ്ജ് ചെയ്തിട്ടാണ് പിന്നീട് മണ്ണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെമ്മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. കാരണം രണ്ട് ഭാഗത്തും ആറി പാനലൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ പള്ളി അണ്ടർപാസ് കേട്ടോ. ചെറിയ പള്ളി അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ല. പണ്ടൊക്കെ നമുക്ക് ആ സർവീസ് റോഡിൽ കൂടെ പോരാൻ സാധിക്കുമെന്നും ഇപ്പോൾ പറ്റില്ല, കാരണം അവിടെയൊക്കെ മണ്ണ് പൊന്തിച്ചിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല മഴ പെയ്തിട്ട് മണ്ണൊക്കെ റോഡിലേക്ക് ഇളകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെറിയ പള്ളി ടൗണിൽ കൂടെ വന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയതായിട്ടൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കേണ്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം കൂടി ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് ഒരു ഭാഗത്ത് ഇല്ല കേട്ടോ. കാരണം ഇവിടെ വീടുകളുണ്ട്, ആ വീട്ടിലേക്ക് പോകാനുള്ള സർവീസ് റോഡ് നിർമ്മാണം ഇതുവരെ നടന്നിട്ടില്ല. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസ്. ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് സൗത്ത് കൈതാരം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ചെറിയൊരു അണ്ടർപാസ് ആണ്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗങ്ങളുടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധിക സ്ഥലത്തും ഇപ്പം ചെമ്മണ്ണില്ലാത്തതുകൊണ്ട് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന മണലും അതുപോലെ തന്നെ ചെമ്മണ്ണോട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെ കേട്ടോ, സർവീസ് റോഡ് ഇല്ലാത്ത കാര്യം. ഈ ഭാഗത്തൊന്നും സർവീസ് റോഡില്ല കേട്ടോ. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്, അങ്ങോട്ട് ജനങ്ങൾക്ക് പോകാൻ സർവീസ് റോഡിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണം, ഇത് വള്ളുവള്ളി പുഴയാണ്, അതിന് കുറുകെയുള്ള പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ നിർമ്മാണം വലിയൊരു സംഭവം തന്നെയാണ്, കാരണം അതൊക്കെ ചതുപ്പ് നിലയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിലത്ത് വലിയ ഇരുമ്പിൻ്റെ ഷീറ്റൊക്കെ ഇട്ടിട്ടാണ് പിന്നീട് ക്രെയിനൊക്കെ വെച്ചിട്ടുള്ള വർക്ക് നടന്നിരുന്നത്. അതിൻ്റെ പഴയ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഭാഗത്തുള്ള വർക്ക് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പാലത്തിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ട ടാറിങ്ങും കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഇനി എക്സ്പാൻഷൻ ജോയിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്ത് നടക്കാനുണ്ട്. മെയിനായിട്ട് നടക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ പണികളാട്ടോ. ഈ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് പല സ്ഥലത്തും ലാഗായിരിക്കുന്നത്. കാരണം പാലത്തിൻ്റെയും അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെയും ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പല ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്രോച്ച് റോഡ് വലിയൊരു വിഷയമാണ് ഈ ഭാഗത്ത്. എന്തായാലും പണികളൊക്കെ അതിവേഗം ഈ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, കാലാവസ്ഥ വളരെ മോശമാണ്. കാരണം നല്ല മഴയാണ്, ചില സമയത്തൊക്കെ വേനൽ മഴ അത്യാവശ്യം നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. അതുകൊണ്ട് പല സ്ഥലത്തും പണികൾ ലാഗായിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ പറവൂർ ബൈപ്പാസിന്റെ ഭാഗം തന്നെയാണ്. ഈ ചെറിയ പള്ളി വള്ളുവള്ളി ടൗൺ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടാണ് ഇതുപോലത്തെ ചെറിയ ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ റോഡിന്റെ ഗതാഗതക്കുറിപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാൻ പറ്റണേ. വൈകുന്നേരം സമയത്തൊക്കെ വലിയ വലിയ ലോറികൾ വന്ന് ഈ ചെറിയ പള്ളി വള്ളുവള്ളി ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ടാവലുണ്ട്. നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ചില സമയത്തൊക്കെ ഉണ്ടാവില്ല. അപ്പം അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ബൈപ്പാസ്, പറവൂർ ബൈപ്പാസിന്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരിയുള്ള വള്ളുവള്ളി ഭാഗത്തുള്ള അണ്ടർപാസിന്റെ ഇതിന്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡ് വലിയ വിഷയമായിരുന്നു. കാരണം മണ്ണ് പുറത്തേക്ക് തള്ളി കട്ടകളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ രണ്ടാമത് പണികളോട് ആരംഭിക്കണം. എന്നാലും അപ്രോച്ച് റോഡിന്റെ പണികൾ ഇനി നടക്കാനുള്ളത്, അണ്ടർപാസിന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. പലരും ഈ അണ്ടർപാസ് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് ഫ്ലൈ ഓവർ ആണോ എന്നുള്ളത്. പക്ഷേ ഇതുപോലെ നിർമ്മിച്ച പല അണ്ടർപാസുകളും ഇപ്പൊ ഫ്ലൈ ഓവറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണികൾ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ.
കണ്ട ഈ ഭാഗത്തായിരുന്നു വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു മണ്ണ് തള്ളിയിരുന്നു കേട്ടോ. കാരണം പണിതുയർത്തിയ ഭാഗം RE ബ്ലോക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയായിരുന്നു. അപ്പൊ അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഇവിടെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും RE ബ്ലോക്ക് ഉണ്ട്, അതുപോലെ തന്നെ ജിയോ ഗ്രിഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ശരി കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഏകദേശം 10 മാസങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിട്ട്. അന്ന് ഞാൻ ഈ സർവീസ് റോഡ് കൂടെ ഒക്കെ വാഹനം ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഈ അണ്ടർപാസിന്റെ നിർമ്മാണത്തിന്റെ തുടക്ക സമയത്തൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പല ഭാഗത്തും ഇതുപോലെ മണ്ണിട്ട് ഉയർത്തിയ പ്രദേശത്ത് തകർന്നു വന്ന സമയത്താണ് ജനങ്ങൾക്ക് ഭീതിയത്. കാരണം അത്രയും ഹൈറ്റിലാണ് ഇതിന്റെ അപ്രോച്ച് റോഡ് മണ്ണിട്ട് പോകുന്നത്. അപ്പൊ ഇത് എന്താകും എന്നുള്ള വലിയൊരു വിഷയമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളെ കോഴിക്കോട് കണ്ണൂക്കര ഭാഗത്ത് സോയിൽ നെയിലിംഗ് പൊളിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂരിയാട് ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. പിന്നെ കണ്ണൂർ ബൈപ്പാസിൽ പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെ കൂടി കൊണ്ട് വലിയ വിഷയമായപ്പോഴാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ പരിഭ്രാന്തരായത്. അപ്പോൾ വീണ്ടും സമരങ്ങൾ തുടങ്ങി. അങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റി പല ഭാഗത്തും ഇതുപോലെയുള്ള മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളിൽ വീണ്ടും സോയിൽ ടെസ്റ്റിംഗ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പ്രശ്നബാധിതയുള്ള പ്രദേശങ്ങളിൽ മൊത്തം മണ്ണ് മാറ്റി രണ്ടാമതും അവിടെ പാലം നീട്ടാനുള്ള പരിപാടിയൊക്കെ പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ വർഷമൊന്നും നിങ്ങൾ ഇത് പ്രതീക്ഷിക്കേണ്ട. 2027 പ്രതീക്ഷിക്കാൻ പറ്റും തോന്നുന്നില്ല. 2028 വേണമെങ്കിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. കാരണം ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണികൾ നടക്കാനുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് കൊച്ചാൾ ഭാഗത്താണ്. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഭാഗത്തും അണ്ടർപാസ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ലടാ. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കൂനമ്മാവ് വരുന്നത്. കൂനമ്മാവ് ഇതേമാതിരി ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നു. അതിങ്ങനെ നിൽക്കുകയായിരുന്നു. രണ്ട് ഭാഗത്തും അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാതെ. കാരണം അതിന് രണ്ട് ഭാഗത്തും സ്കൂളുകളുണ്ട്. അപ്പൊ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആകെ ഒരു അണ്ടർപാസ് ഉള്ളൂ. അവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ജനങ്ങൾ ഭയങ്കര സമരത്തിലായിരുന്നു. ഇപ്പൊ എന്തായാലും ആ സമരം വിജയിച്ചിരിക്കുന്നു. ഇവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഏകദേശം കൊടുങ്ങല്ലൂർ മുതൽ എടപ്പള്ളി വരെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മെയിൻ ആയിട്ട് ബ്ലോക്ക് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഒന്ന് പറവൂർ ടൗണും അതുപോലെ തന്നെ ഈ കൂനമ്മാവ് ഭാഗവും. ഈ കൂനമ്മാവ് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ റോഡിന്റെ രണ്ട് ഭാഗത്തും സ്കൂളുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആകെ ഒരു അണ്ടർപാസേ ഉള്ളൂ. അപ്പൊ അതിന് ബദലായിട്ട് ഇവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ വളരെ സുഖമായി ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ സാധിക്കുന്നതാണ്. ഇതേമാതിരി തന്നെ ഇവിടെ നിന്ന് പല അങ്ങാടികളിലും അണ്ടർപാസുകൾ മാറ്റി എലിവേറ്റഡ് ഫ്ലൈ ഓവർ നിർമ്മിച്ചു കഴിഞ്ഞാൽ എത്ര സുഖമായിരുന്നു ജനങ്ങൾക്ക്. കച്ചവട സ്ഥാപനങ്ങൾക്കും നല്ലൊരു കാര്യം തന്നെയായിരുന്നത്. ഇപ്പതാ നമ്മുടെ വടകര ഭാഗത്ത് ഫ്ലൈ ഓവർ നീട്ടം കൂട്ടാൻ പോകുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെ. കാരണം അവിടെ വലിയൊരു ടൗൺ തന്നെയായിരുന്നു. അതിലൊക്കെ ഈ ഫ്ലൈ ഓവർ വരുന്ന സമയത്ത് മണ്ണിട്ട് ഉയർത്തി അപ്രോച്ച് റോഡ് പോയി കഴിഞ്ഞാൽ രണ്ട് അങ്ങാടികളായിട്ട് മാറുകയായിരുന്നു. അതിനൊക്കെ എന്തായാലും ആശ്വാസമായിട്ട് ഫ്ലൈ ഓവർ വരികയാണ്. അതേ പാലത്ത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ നിലവിൽ അണ്ടർപാസിന് രണ്ട് ഭാഗത്തേക്കും നീട്ടം കൂട്ടുന്നുണ്ട്. ഏകദേശം 264 മീറ്റർ ആണ് മൊത്തത്തിൽ നീട്ടം കൂട്ടുന്നത്. ഒരു ഭാഗത്ത് 132 മറുഭാഗത്ത് 132. ശരിക്കും ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന പ്ലാൻ പ്രകാരമാണ് ഈ കോൺട്രാക്ടർമാർ ഇതൊക്കെ പണിയെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇവരാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇത് കറക്റ്റായിട്ട് പഠനം നടത്തി ഇവിടെ ഇങ്ങനെ വേണം തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഇത് പ്ലാൻ കൊടുത്ത് കോൺട്രാക്ടർമാർ പണി ആരംഭിച്ചിട്ട് വീണ്ടും അത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുപോലെയുള്ള ഓരോ നിർമ്മാണങ്ങൾ വരുന്ന സമയത്താണ് പല സ്ഥലത്തും പണികൾ വൈകുന്നത്. അതുപോലെ തന്നെ ഓരോ റോഡുകളും ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനും വൈകുന്നത് കേട്ടോ. അപ്പൊ കൂനമാവ് ടൗണിന്റെ ഇവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് 6 വരി പാത ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ കേരളത്തിന്റെ ഭൂപ്രകൃതി ശരിക്ക് പഠിച്ചിട്ട് വേണമായിരുന്നു ഇവർ ഇതേപോലെയുള്ള വർക്ക് എടുക്കാണ്ട. പല സ്ഥലത്തും ചതുപ്പ് നിലങ്ങളാണ്. അതുപോലെ തന്നെ കാലാവസ്ഥ നിങ്ങൾക്കറിയില്ല, വേനൽ മഴ പോലും ഇപ്പം ശക്തമായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കനത്ത കാലവർഷമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇതിനനുസരിച്ചുള്ള പണികൾ നടക്കേണ്ടിയിരുന്നത്. അടുത്ത വീഡിയോ കൂനമ്മാവ് മുതൽ എടപ്പള്ളി വരെ കേട്ടോ. കാണേണ്ട കാഴ്ചകളാണ്. എടപ്പള്ളി വന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ വരാപ്പുഴ പാലത്തിന്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ്, കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. പുതിയ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ.